ചില കഥകൾ അങ്ങനെയാണ്. അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക എന്നുള്ളത് അസാധ്യം തന്നെയാണ്. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു സ്വസ്തി. അപ്പം നമ്മളിന്ന് കൊട്ടിയൂരിൽ പോകുന്നതാണ്. ദക്ഷിണകാശിയായ കൊട്ടിയൂരിൻ്റെ ഐതിഹ്യം പഴമക്കാർ പറഞ്ഞു തന്ന കഥകളിലൂടെയും തെളിവുകളിലൂടെയും മാത്രമേ ഞങ്ങൾക്കും അറിവുള്ളൂ. ആ വഴികൾ തേടി ഈ വൈശാഖമാസം മഹാദേവൻ്റെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളും യാത്രയായി. പണ്ട് കാലത്ത് കൊട്ടിയൂരമ്പലത്തിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരമുള്ള സ്ഥലമായതുകൊണ്ട് നമ്മളൊന്നും പോലില്ല. പക്ഷെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഇളനീരാട്ട് എന്ന് പറഞ്ഞാൽ അത് പുതിയ അമ്പലത്തിലേക്കെല്ലാം പോകുമ്പോൾ അപ്പോഴാണ് അറിയുന്നത് കൊട്ടിയൂർ ഇങ്ങനത്തെ ഒരു കൊട്ടിയൂരാണ് ഇതിൻ്റെ ശരിയായ കേന്ദ്രം, ഇളനീരാട്ടം നടത്തുന്നത് എന്നുള്ളത്. കൊട്ടിയൂർ പിന്നെ ഒരുപാട് ആൾക്കാർ വ്രതം എടുത്തിട്ട് ഒരുപാട് വ്രതാനുഷ്ഠാനമുള്ളൊരു സ്ഥലമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. വ്രതം എടുത്തിട്ടാണ് ആൾക്കാരിങ്ങനെ പോവാം. അപ്പോൾ ഇവിടുന്നെല്ലാം നടന്നിട്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും അവർ രാത്രിയാകുമ്പോൾ തങ്ങാൻ വേണ്ടിയിട്ട് ഓരോ മഠത്തിലോ അല്ലെങ്കിൽ ചെറിയ ഇളനീർ സംഘങ്ങളായിട്ടാണ് പോവുക. അന്നേരം ഓരോ മഠത്തിൽ പോയിട്ടാണ് വിശ്രമിക്കുക. പിറ്റേ ദിവസം രാവിലെ വീണ്ടും നടക്കും. പൊതുവേ വഴികളെല്ലാം ഇങ്ങനെ പണ്ട് ഇതുപോലെ റോഡുകളൊന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ വഴികളിൽ ഇങ്ങനെ ചെറിയ വഴികളായിരിക്കും, പിന്നെ കാട് നിറഞ്ഞ സ്ഥലമായിരിക്കും. കാട് വെട്ടിയിട്ടൊക്കെ തന്നെ അന്ന് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ സമയത്തൊക്കെ. പിന്നെ അത് താൽക്കാലികമായിരിക്കും. അത് കഴിഞ്ഞാൽ ഈ ഒരു സമയത്താണ് കൂടുതൽ ആൾക്കാർ കൊട്ടിയൂർ പോവുക, വൈശാഖോത്സവം എന്ന് പറയുന്ന സ്ഥലത്ത്. അതന്നെ സ്ത്രീകൾക്ക് വളരെ കുറച്ച് 2-3 ആഴ്ചയോ മറ്റോ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമുണ്ട്. കൊട്ടിയൂർ അമ്പലത്തിൽ ഞാൻ വളരെ ചെറുപ്പം മുതലേ പോകുന്നതാണ്. നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും വരില്ല, എന്നിരുന്നാലും നാട്ടിൽ നമ്മളൊരു കമ്പനിയായിട്ട് പോകും. അന്ന് ഇപ്പോൾ ഗതാഗത സൗകര്യം എല്ലാം വളരെ കുറവായിരുന്നു, നല്ല കാടായിരുന്നു. അപ്പോൾ ഒരു ദിവസം മെനക്കെട്ട് ഫുള്ള് രാവിലെ ഇവിടുന്ന് പോയി കഴിഞ്ഞാലാണ് നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റുക. അന്ന് ഈ സ്പെഷ്യൽ ബസ്സോ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഇതോ ഇല്ല, കൂടുതലും നടത്തായിരുന്നു അധികം. പിന്നെ ഇതിൻ്റെ ഓരോ ചടങ്ങുകളും, ഏറ്റവും കൂടുതൽ ചടങ്ങുകളെല്ലാം ഉള്ള ഒരു ക്ഷേത്രം അന്നത്. ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹം അവിടെയുണ്ട്, പക്ഷേ അമ്പലമില്ല, ശ്രീകോവിലില്ല. അപ്പോൾ വിഗ്രഹം അവിടെ ഈ ഉത്സവം കഴിഞ്ഞാൽ അവിടെ ഇത് മണ്ണിട്ട് മൂടി വെക്കുകയാണ് അത് ചെയ്യുക. അടുത്ത വർഷത്തിന് അത് ഇതാക്കി ചെയ്യാം. അപ്പം അതെന്തുകൊണ്ട് ഇങ്ങനെ സ്ത്രീകൾ ഇത്ര ദിവസമേ പോകാവെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ഇതാണ് ചടങ്ങ് കഥയുമായിട്ട് ബന്ധപ്പെട്ട സാധാരണ ക്ഷേത്രത്തിൽ കാണുന്ന പോലെ എല്ലാം നശിപ്പിക്കുന്ന ഒരു പൂജയാണ് ഇത്. താണ്ഡവം നടന്ന ഒരു സ്ഥലല്ലേ. അപ്പൊ ആ എന്താ പറയാ, മഹാദേവന്റെ അല്ലെങ്കിൽ ശിവന്റെ ആ ദേഷ്യം മുഴുവൻ പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണ്. അവിടെ ദക്ഷയാഗം നടന്നതിന് ശേഷമുള്ള സംഭവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതികള്, അവിടുത്തെ പൂജാവിധികളും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ ഒരു പ്രതീകാത്മകമായ പൂജാവിധികളാണെന്ന് തോന്നുന്നു. അപ്പൊ ആ സമയത്ത് സ്ത്രീകൾക്ക് അത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം അത്ര ഗംഭീര രൂപമാണെന്നാണ് പറയുന്നത്. പിന്നെ അവസാന ദിവസങ്ങളിൽ ഒരാഴ്ച പ്രത്യേകിച്ച് ഗൂഢപൂജകളാണ് കൂടുതൽ. അത് തന്നെ അതിന്റെ അനുബന്ധിച്ചിട്ടുള്ള കുറെ സമുദായത്തിനാണ് ഓരോ സ്ഥാനം കൊടുത്തിട്ടുള്ളത്. ആ സമുദായത്തിന്റെ സ്ഥാനമുള്ളവർ മാത്രം വന്നിട്ട് നടത്തുന്ന നിഗൂഢ പൂജകളാണ്. അത് അവർ മാത്രമേ കാണുള്ളൂ. ആ സമയത്ത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല. പിന്നെ ആദ്യം ഈ ഉത്സവം തുടങ്ങുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു പൂജ പകുതിയാക്കി വെച്ചിട്ടാണ് അതിനെ നിർത്തുക. പിന്നെ അടുത്ത പ്രാവശ്യം ബാക്കി പൂജ നടത്തിയിട്ടാണ് ഉത്സവം തുടങ്ങുന്നത്. അപ്പൊ ആ സമയങ്ങളിൽ സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് ബുദ്ധിമുട്ടാകും. കാരണം എന്താ വെച്ചാല് ഉത്സവത്തിന് വേണ്ടിയിട്ട് ആ വഴികളും ഇതൊക്കെ തെളിച്ച് വൃത്തിയാക്കി വരുന്നേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആയിരിക്കാൻ തോന്നുന്നു കൂടുതൽ അതിനെപ്പറ്റി അറിയാം. ഒന്നാമത് മഴക്കാലം, നല്ല മഴക്കാലത്താണ് ഈ പൂജ നടക്കുന്നത്. ആ സമയത്ത് അതുകൊണ്ട് വാഹന ഗതാഗതം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പോക്കുവരവിന്റെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കുളിച്ചിട്ട് അവിടെ എന്തായാലും ഈറനോടുകൂടി മാത്രമേ എല്ലാവരും അന്ന് ഈറൻ വെച്ചാൽ ഈറൻ, അല്ലെങ്കിൽ തന്നെ മഴ നമ്മളെ ഈറനാണ്. അങ്ങനത്തെ ഒരു സമയത്താണ് നമ്മൾ പോകുന്നത്. പിന്നെ അവിടെ ശ്രീകോവിൽ ഇല്ലാത്തോണ്ട് തന്നെ നമുക്ക് ആ വെള്ളത്തിന്റെ ഉള്ളിൽ കൂടെ പോവാൻ ഒരു അനുഭൂതിയാണ്. ബാവലിപ്പുഴയാണ്. ബാവലിപ്പുഴ കടന്നിട്ട് വേണം അവിടെ എത്താൻ വേണ്ടി. ആ ബാവലിപ്പുഴേന്റെ ശരിക്കുള്ള പേര് ബാവലിപ്പുഴ തന്നെയായിരിക്കും. വേറെ എന്ത് പുഴയാ? എന്താ നിവേദ്യം?
മുന്നേ പറഞ്ഞതുപോലെ തന്നെ ചുറ്റും ഒരുപാട് ഓലപ്പുരകളുണ്ട്. ഈ ഓരോ ഓലപ്പുരയും ഓരോ സ്ഥാനീയരുടെ നേതൃത്വത്തിലുള്ളതാണ്. കുളങ്ങരയത്ത് എന്ന് പറയുന്ന സ്ഥാനീയരുടെ കയ്യാലയിൽ നിന്നുമാണ് ഞങ്ങൾ നിവേദിച്ചോറുണ്ടത്. ചോറും സാമ്പാറും തോരനും അടങ്ങുന്ന നിവേദിച്ചോറിന് നല്ല രുചിയായിരുന്നു. ഞങ്ങൾ ആനപ്പന്തിയിലേക്ക് എത്തിയപ്പോൾ ഒരു ആനക്കുട്ടൻ അവിടെ നൃത്തം വയ്ക്കുകയായിരുന്നു. ചങ്ങലയിലാണെങ്കിലും ഒരുപക്ഷെ തൻ്റെ തനത് ആവാസ വ്യവസ്ഥയിൽ നിൽക്കാൻ പറ്റിയതിൻ്റെ സന്തോഷമായിരിക്കാം ഈ ആഹ്ലാദ പ്രകടനം. മുഴുനീളെ വെള്ളത്തിൽ പ്രദക്ഷിണം വെക്കുക എന്നുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം സവിശേഷതയാണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ ഇതൊരു ഹരവുമാണ്. പക്ഷേ പ്രദക്ഷിണം അത്ര എളുപ്പമായിരുന്നില്ല. പ്രദക്ഷിണം വെക്കുന്നതിന് മുമ്പ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയിൽ വെള്ളമുണ്ടെങ്കിലും താഴെ ഉണ്ടായിരുന്ന കല്ലുകളൊക്കെ കൂർത്ത കല്ലുകളായിരുന്നു. അതുകൊണ്ട് തന്നെ നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു 100 മീറ്ററോളം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് പ്രദക്ഷിണം വെക്കുന്ന സ്ഥലമൊക്കെ കോൺക്രീറ്റ് ആയതുകൊണ്ട് നടക്കാൻ ഇച്ചിരി സുഖമായിരുന്നു. ഭാവലിപ്പുഴയുടെ ഭീകരഭാവം കണ്ടപ്പോൾ പണ്ട് പുഴ മുറിച്ച് കടന്ന് അക്കരെ കൊട്ടിയൂർ പോയത് ഓർമ്മ വന്നു. അന്നൊന്നും ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ പുഴ മുറിച്ച് കടന്നാണ് പോയത്. അന്ന് പുഴയ്ക്ക് ഇത്രയും ഭീകരഭാവം ഉണ്ടായിരുന്നില്ല. ഇതാദ്യമായിട്ടാണ് ഇത്രയും കുത്തി ഒഴുകി പോകുന്ന പുഴയെ അവിടെ കണ്ടത്. അക്കരെ കൊട്ടിയൂർ തൊഴുത് കഴിഞ്ഞാൽ നേരെ തിരിച്ച് ഇക്കരെ കൊട്ടിയൂരും വന്ന് തൊഴണം. അങ്ങനെ തിരിച്ച് വരുന്ന വഴി അവിടെ നിറയെ ചന്തകളുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. വിലക്കുറവിലുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ മുളയരി പായസം ഉണ്ടായിരുന്നു. കഴിച്ചു, നല്ല ടേസ്റ്റ്. തലയ്ക്ക് കനമുള്ളവരും ജലദോഷമുള്ളവരും ഉച്ചയിൽ ഒരു 4-5 തുള്ളി തൈലം തിരുമ്മി ഒരു ഇതാണ് ഗൈസ് മുളയരി പായസം. എങ്ങനെയുണ്ട് നിവേദ? ഇക്കരെ കൊട്ടിയൂർ തൊഴാൻ പോയപ്പോഴും നല്ല തിരക്കായിരുന്നു. ഇത്തവണ ഒട്ടനവധി തീർത്ഥാടകർ പല നാടുകളിൽ നിന്നായി വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കും വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. തൊഴുതു മടങ്ങും വഴി ഞങ്ങൾ ഓടപ്പൂവ് വാങ്ങി വീട്ടിലേക്ക്. കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക വീടുകളിലും ഈ ഓടപ്പൂവ് തൂക്കിയിട്ടിട്ടുണ്ടാവും. അത് ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇതിന് പിന്നിലുള്ള ഐതിഹ്യം കൃത്യമായി അറിയില്ലെങ്കിലും എല്ലാ വീട്ടിലും ഇങ്ങനെ ഒരു ഓടപ്പൂവ് കാണാം. തിരിച്ചു വരുന്ന വഴി നല്ല മഴയായിരുന്നു. ഞങ്ങൾക്ക് ഇത്തവണ അധികം തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. കൃത്യസമയത്ത് തന്നെ പോയി തൊഴുത് മടങ്ങി വരാൻ പറ്റി. അങ്ങനെ മഴയും ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു.